ദി ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ. നാം ജീവിക്കുന്ന ഈ ആധുനിക ലോകം കണക്കുകളുടെയും കൽപ്പിത മാതൃകകളുടെയും പുറകെയാണ്. ജനനം മുതൽ മരണം വരെ നീളുന്ന ഓരോ ദിവസവും ഏതെങ്കിലുമൊക്കെ അളവുകോലുകൾ വെച്ച് നാം അളക്കപ്പെടുന്നു. സമൂഹം നമ്മിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ജോലിസ്ഥലത്തെ സഹപ്രവർത്തകർ, ഒടുവിൽ നാം നോക്കി നടക്കുന്ന സാമൂഹിക മാധ്യമങ്ങൾ വരെ നമ്മോട് നിരന്തരം പറയുന്നുണ്ട്, നീ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇത്രയെങ്കിലും വിജയം നേടിയില്ലെങ്കിൽ നിനക്ക് വിലയില്ല. ഈ നിരന്തരമായ സമ്മർദ്ദങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാരത്താൽ തളർന്നു പോകുന്ന ഒരു വലിയ സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അവിടെയാണ് ആരും എന്നെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ മനുഷ്യനെ ക്രമേണ ഏകാന്തതയിലേക്കും ആത്മസംശയത്തിലേക്കും തള്ളിവിടുന്നത്. തങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാൻ ഭയന്ന് മുഖംമൂടികൾ അണിഞ്ഞു ജീവിക്കാൻ നിർബന്ധിതരാകുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രതിനിധിയാണ് നമ്മിൽ ഓരോരുത്തരും. എന്നാൽ ഇവിടെ ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യമുണ്ട്. നമ്മൾ നമുക്കായി ജീവിക്കുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രം ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതം യഥാർത്ഥത്തിൽ നമ്മുടേത് തന്നെയാണോ? ഈ ചോദ്യങ്ങളിലേക്കാണ് ബെൻ ബ്രൗൺ തന്റെ വിഖ്യാതമായ ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ, അപൂർണതയുടെ സമ്മാനങ്ങൾ എന്ന പുസ്തകത്തിലൂടെ വെളിച്ചം വീശുന്നത്. ഇതൊരു പുസ്തകം മാത്രമല്ല, മറിച്ച് സ്വയം കണ്ടെത്തുന്നതിനുള്ള ഒരു വഴികാട്ടി കൂടിയാണ്. നമ്മുടെ സമൂഹത്തിൽ പെർഫെക്ഷനിസം അഥവാ എല്ലാ കാര്യത്തിലും പൂർണ്ണത പുലർത്തുക എന്നത് ഒരു വലിയ മികവായി വാഴ്ത്തപ്പെടുന്നു. എന്നാൽ ബെൻ ബ്രൗൺ തന്റെ വർഷങ്ങൾ നീണ്ട ഗവേഷണങ്ങളിലൂടെ കണ്ടെത്തിയത് മറ്റൊന്നാണ്. പൂർണ്ണതയ്ക്കായുള്ള ഈ അത്യാഗ്രഹം നമ്മെ സന്തോഷത്തിലേക്കല്ല, മറിച്ച് നിരന്തരമായ ഉത്കണ്ഠയിലേക്കും അപകർഷതാ ബോധത്തിലേക്കുമാണ് നയിക്കുന്നത്. ഞാൻ പോരാ, എനിക്ക് ഇതിനു മാത്രം കഴിവില്ല, അല്ലെങ്കിൽ ആരും എന്നെ സ്നേഹിക്കാൻ യോഗ്യനായി കാണുന്നില്ല തുടങ്ങിയ ചിന്തകൾ നമ്മുടെ മനസ്സിനെ അലട്ടാൻ തുടങ്ങുന്നത് ഈ പൂർണ്ണതാ മോഹത്തിന്റെ ഭാഗമായാണ്. മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു എന്ന ചിന്തയ്ക്ക് അടിമപ്പെടുമ്പോൾ നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം ഇവിടെ ഇല്ലാതാകുന്നു. സമൂഹത്തിന് സ്വീകാര്യനാകാൻ വേണ്ടി മാത്രം നാം അഭിനയിച്ചു തുടങ്ങുന്നു. ഈ അഭിനയം സമ്മാനിക്കുന്ന ആന്തരികമായ ശൂന്യതയാണ് പിന്നീട് വലിയ മാനസിക സംഘർഷങ്ങളിലേക്ക് വഴി തുറക്കുന്നത്. ഇവിടെയാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന പരാതി ഉയരുന്നത്. കാരണം നാം തന്നെ നമ്മുടെ യഥാർത്ഥ മുഖം ലോകത്തിനു മുന്നിൽ മറച്ചു പിടിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മെ എങ്ങനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും? ഈ പുസ്തകത്തിന്റെ കാതൽ പൂർണ്ണ ഹൃദയത്തോടെയുള്ള ജീവിതം, വോൾ ഹാർട്ടഡ് ലിവിംഗ് എന്ന ആശയമാണ്. അതായത് നമ്മുടെ കുറവുകളോടും ബലഹീനതകളോടും കൂടി തന്നെ സ്വയം സ്നേഹിക്കാനും ധൈര്യത്തോടെയും അനുകമ്പയോടെയും ലോകവുമായി സംവദിക്കാനും ഉള്ള കഴിവ്. ഇതിന് വലിയ വലിയ നേട്ടങ്ങളോ മാതൃകകളോ ആവശ്യമില്ല, മറിച്ച് ഞാൻ എനിക്ക് പര്യാപ്തനാണ്, ഐ ആം ഇനഫ് എന്ന ശക്തമായ തിരിച്ചറിവാണ് ഇതിന്റെ അടിസ്ഥാനം. പൂർണ്ണ ഹൃദയത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ടത് തന്റെ പോരായ്മകളെ അംഗീകരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ പാടുകളും നമ്മുടെ പഴയ പരാജയങ്ങളും നമ്മുടെ മാനസികമായ തകർച്ചകളും നമ്മുടെ ജീവിത കഥയുടെ ഭാഗമാണ്. ആ കഥയെ സ്നേഹിക്കാൻ പഠിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധീരത. ബ്രൗൺ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നമ്മെ നാമായി തന്നെ അംഗീകരിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കൂ. ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന 3 അടിസ്ഥാന സ്തംഭങ്ങളാണ് ധൈര്യം, അനുകമ്പ, ബന്ധങ്ങൾ എന്നിവ. ധൈര്യം അഥവാ കറേജ്. ഇവിടെ ധൈര്യം എന്നാൽ യുദ്ധം ചെയ്യാനുള്ള വീര്യമോ പൗരുഷമോ അല്ല, മറിച്ച് അപൂർണനാകാനും തെറ്റുകൾ പറ്റാനും തന്റെ വികാരങ്ങൾ തുറന്നു പറയാനുമുള്ള മനക്കരുത്താണ്. വൾണറബിലിറ്റി അഥവാ തന്റെ ദൗർബല്യങ്ങളെ മറച്ചു പിടിക്കാതിരിക്കാനുള്ള ആർജവമാണ് ഏറ്റവും വലിയ ധൈര്യം. അനുകമ്പ അഥവാ കമ്പാഷൻ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മോട് തന്നെ കരുണ കാണിക്കുന്നത്. നമ്മിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ സ്വയം കുറ്റപ്പെടുത്തുന്നതിന് പകരം മനുഷ്യ സഹജമായ ബലഹീനതയായി അതിനെ കാണാൻ കഴിയണം. ബന്ധങ്ങൾ, കണക്ഷൻ. മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിനു മുൻപ് നാം മറ്റുള്ളവരിലേക്ക് എത്രത്തോളം തുറന്ന മനസ്സോടെ ചെല്ലുന്നുണ്ട് എന്ന് ചിന്തിക്കണം. വിധിക്കപ്പെടും എന്ന ഭയമില്ലാതെ നമ്മുടെ യഥാർത്ഥ മുഖം കാണിക്കാൻ കഴിയുമ്പോഴാണ് അവിടെ യഥാർത്ഥ സ്നേഹവും ഉൾപ്പെടലും ഉണ്ടാകുന്നത്.
അപൂർണതയുടെ സമ്മാനങ്ങൾ നമുക്ക് എന്ത് നൽകുന്നു? ഈ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത് ദൈനംദിന ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള പ്രായോഗിക മാർഗങ്ങളാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത ഉപേക്ഷിക്കൽ, നിരന്തരമായ താരതമ്യങ്ങൾ ഒഴിവാക്കൽ, വിശ്രമത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തൽ, സ്വന്തം അന്തർജ്ഞാനത്തെ വിശ്വസിക്കൽ തുടങ്ങിയ 10 പ്രധാന വഴികളിലൂടെ ഈ പുസ്തകം നമ്മെ കൈപിടിച്ച് നടത്തുന്നു. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഒരു ആശ്വാസ തീരമാണ്. താൻ ഒറ്റയ്ക്കല്ല എന്നും മനുഷ്യന്റെ എല്ലാവിധ ബലഹീനതകളും പങ്കുവെക്കപ്പെടുന്ന ഒരു വലിയ ലോകത്താണ് താനും ഉള്ളത് എന്നും അത് ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം കഥയുടെ നായകൻ അല്ലെങ്കിൽ നായിക ആയി മാറാനും മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾക്കായി കാത്തു നിൽക്കാതെ സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനും ഈ പുസ്തകം പ്രചോദനം നൽകുന്നു. ചുരുക്കത്തിൽ, ഈ പുസ്തകത്തിന്റെ താളുകൾ മറിക്കുമ്പോൾ വായനക്കാരന് ലഭിക്കുന്നത് ഒരു തിരിച്ചറിവാണ്. നമ്മൾ ആരും പരിപൂർണരല്ല, എന്നാൽ നാം ഓരോരുത്തരും അതിശയിപ്പിക്കുന്ന വിധത്തിൽ അത്ഭുതകരവും സ്നേഹത്തിന് അർഹരുമാണ്. അപൂർണതകളാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. ആ അപൂർണതകളെ നെഞ്ചോട് ചേർക്കുമ്പോഴാണ് ജീവിതം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനോഹരമായി മാറുന്നത്. ഈ പുസ്തകം നിങ്ങളുടെ ആന്തരിക ലോകത്തെ മാറ്റി എഴുതാനും നിങ്ങളുടെ തന്നെ ഏറ്റവും മികച്ചതും സത്യസന്ധവുമായ പതിപ്പായി മാറാനും നിങ്ങളെ പ്രാപ്തമാക്കട്ടെ. ഗൈഡ് പോസ്റ്റ് 1. ആധികാരികത വളർത്തിയെടുക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത ഉപേക്ഷിക്കുക. ആധികാരികത എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനുള്ള ധീരതയാണ്. മറ്റുള്ളവർ നമ്മെ എങ്ങനെ കാണുന്നു, നമ്മെക്കുറിച്ച് എന്ത് സംസാരിക്കുന്നു എന്നതിനെക്കുറിച്ച് നിരന്തരം ആകുലപ്പെടുന്ന ശീലത്തെ കൈവിട്ടു കളയുമ്പോഴാണ് ആധികാരികത ജനിക്കുന്നത്. നമ്മിൽ പലരും കുട്ടിക്കാലം മുതലേ പഠിക്കുന്നത് അനുസരണയുടെയും അംഗീകാരത്തിന്റെയും പാഠങ്ങളാണ്. ഒരു നല്ല കുട്ടി, മികച്ച വിദ്യാർത്ഥി, ആദരണീയനായ ജീവനക്കാരൻ എന്നിങ്ങനെ സമൂഹം വരച്ചു നൽകുന്ന ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങാൻ നാം ശീലിക്കുന്നു. ഈ ചട്ടക്കൂടുകൾക്ക് പുറത്തേക്ക് പോയാൽ സമൂഹം നമ്മെ മാറ്റി നിർത്തുമെന്നോ വിധിക്കുമെന്നോ ഉള്ള ഭയം നമ്മെ മുഖം മൂടികൾ അണിയാൻ നിർബന്ധിതരാക്കുന്നു. നമ്മൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടമാണെന്ന് നടിക്കാനും നമ്മുടെ യഥാർത്ഥ വികാരങ്ങളെ ഉള്ളിലൊതുക്കാനും നാം ശീലിക്കുന്നത് അങ്ങനെയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമ്പോൾ നാം നമ്മുടെ തന്നെ ജീവിതത്തിന്റെ ഔട്ട്സോഴ്സ്ഡ് മാനേജർമാരായി മാറുന്നു. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾക്കായി ജീവിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും സങ്കടവും പോലും മറ്റുള്ളവരുടെ കൈകളിൽ എത്തിച്ചേരുന്നു. ഇവിടെയാണ് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന പരാതി പ്രസക്തമാകുന്നത്. നാമല്ലാതായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മെ എങ്ങനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മൾ ധരിച്ചിരിക്കുന്ന മുഖംമൂടിയെ മാത്രമാണ് അവർ കാണുന്നത്. ആ മുഖംമൂടിക്ക് പിന്നിലെ വിറയാർന്ന മനുഷ്യനെ ആരും കാണുന്നില്ല. ആധികാരികതയിലേക്കുള്ള വഴി. തീരുമാനങ്ങൾ സ്വന്തമാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകൾക്കും ശരികൾക്കും പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. മറ്റുള്ളവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മാത്രം തീരുമാനങ്ങൾ എടുക്കുന്നത് അവസാനിപ്പിക്കുക. മുഖംമൂടികൾ അഴിച്ചു മാറ്റുക. നിങ്ങൾക്ക് സങ്കടം വരുമ്പോൾ കരയാനും സന്തോഷം വരുമ്പോൾ ചിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കായി നൽകുക. നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവർ കാണുന്നതിൽ ലജ്ജിക്കാതിരിക്കുക. ധൈര്യത്തോടെ സംസാരിക്കുക. ഭൂരിപക്ഷം പറയുന്നതാണ് ശരി എന്ന് തോന്നിയിട്ട് പോലും നിങ്ങളുടെ മനസാക്ഷി ശരിയാണെന്ന് പറയുന്ന കാര്യങ്ങൾക്കു വേണ്ടി നിലകൊള്ളാൻ ശീലിക്കുക. ആധികാരികത എന്നത് പരിപൂർണതയല്ല, മറിച്ച് ഞാൻ ആരാണോ അതായിരിക്കാൻ ഞാൻ ധൈര്യപ്പെടുന്നു എന്ന പ്രഖ്യാപനമാണ്. ആ ധൈര്യമാണ് ഏകാന്തതയുടെ മതിലുകളെ തകർത്തെറിയുന്നത്. ഗൈഡ് പോസ്റ്റ് 2. സ്വയം അനുകമ്പ വളർത്തിയെടുക്കുക. പെർഫെക്ഷനിസം ഉപേക്ഷിക്കുക. ആധുനിക സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ട ഒരു വാക്കാണ് പെർഫെക്ഷനിസം. പലരും ഇതിനെ ഉയർന്ന ലക്ഷ്യങ്ങളുമായി തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ ബെൻ ബ്രൗണിന്റെ ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നത് പെർഫെക്ഷനിസം എന്നത് വിജയത്തിലേക്കുള്ള വഴിയല്ല, മറിച്ച് കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും അപകർഷതാബോധത്തിലേക്കും നയിക്കുന്ന ഒരു പ്രതിരോധ സംവിധാനമാണെന്നാണ്. പെർഫെക്ഷനിസം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ തികഞ്ഞവനായിരുന്നാൽ, തെറ്റുകളൊന്നും വരുത്താതിരുന്നാൽ ആർക്കും എന്നെ വിമർശിക്കാനോ വേദനിപ്പിക്കാനോ കഴിയില്ല. ഇത് അടിസ്ഥാനപരമായി ഒരു കവചമാണ്. അപൂർണതകളെയും പരാജയങ്ങളെയും നേരിടാനുള്ള ഭയത്തിൽ നിന്നാണ്
പെർഫെക്ഷനിസം പിറവിയെടുക്കുന്നത്. നമ്മളിൽ പരാജയഭീതി ശക്തമാകുമ്പോൾ നാം ഓരോ കാര്യവും കുറ്റമറ്റ രീതിയിൽ ചെയ്യാൻ വാശി പിടിക്കുന്നു. മനുഷ്യനായിരിക്കുക എന്നാൽ അപൂർണനായിരിക്കുക എന്നാണ് അർത്ഥം. തികഞ്ഞ കൃത്യതയോടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മിലെ ജീവസും സർഗാത്മകതയും ശ്വാസം മുട്ടിമരിക്കുന്നു. പെർഫെക്ഷനിസത്തിനുള്ള ഒറ്റമൂലിയാണ് സ്വയം അനുകമ്പ. നമ്മുടെ സുഹൃത്തുക്കൾക്ക് വലിയൊരു പരാജയം സംഭവിക്കുമ്പോൾ നാം അവരോട് എത്രമാത്രം സ്നേഹത്തോടും കരുണയോടും കൂടിയാണ് പെരുമാറുന്നത്. എന്നാൽ നമ്മിൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചാലോ, നാം നമ്മെ തന്നെ അതികഠിനമായി വിധിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആത്മപീഡനമാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ പൂർണ്ണമായി തകർക്കുന്നത്. സ്വയം അനുകമ്പ എന്നാൽ സ്വന്തം തെറ്റുകളെ ന്യായീകരിക്കുക എന്നല്ല, മറിച്ച് എനിക്ക് തെറ്റുപറ്റി, അത് മനുഷ്യ സഹജമാണ്, എനിക്ക് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകാം എന്ന് സമാധാനത്തോടെ മനസ്സിൽ സ്വീകരിക്കാനുള്ള കഴിവാണ്. സ്വയം അനുകമ്പ എങ്ങനെ നാം പരിശീലിക്കും? സ്വയം കുറ്റപ്പെടുത്തൽ നിർത്തുക. പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ ഞാനൊരു പരാജയമാണ്, എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം ഇതൊരു ബുദ്ധിമുട്ടേറിയ ഘട്ടമാണ്, ഇതും ഞാൻ കടന്നുപോകും എന്ന് സ്വയം ഓർമ്മിപ്പിക്കുക. മാനസികമായ ദയ കാണിക്കുക. നിങ്ങളുടെ ശരീരത്തോടും മനസ്സിനോടും അല്പം കരുണ കാണിക്കുക. വിശ്രമം ആവശ്യമുള്ളപ്പോൾ വിശ്രമിക്കുക. മനുഷ്യ സഹജമായ ബലഹീനതകളെ അംഗീകരിക്കുക. ഈ ലോകത്ത് തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല. നിങ്ങളുടെ തെറ്റുകളും ബലഹീനതകളും നിങ്ങളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി അംഗീകരിക്കുക. പെർഫെക്ഷനിസം നമ്മെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമ്പോൾ സ്വയം അനുകമ്പ നമ്മിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഗൈഡ് പോസ്റ്റ് 3. പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് വളർത്തുക. മരവിപ്പും നിസ്സഹായതയും ഒഴിവാക്കുക. ജീവിതം എല്ലായ്പ്പോഴും റോസാച്ചെടികൾ നിറഞ്ഞതല്ല. അവിടെ നഷ്ടങ്ങളും സങ്കടങ്ങളും നിരാശകളും ഉണ്ടാകും. ആരും നമ്മെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്നത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലാണ്. പ്രണയനഷ്ടങ്ങൾ, കരിയറിലെ തകർച്ചകൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ എന്നിവ മനുഷ്യന്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തുന്നു. ഈ വേദനകളെ നേരിടാൻ ധൈര്യമില്ലാത്തപ്പോൾ മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന എളുപ്പവഴിയാണ് മരവിപ്പിക്കൽ, നമ്പിങ്. വേദന അനുഭവിക്കാതിരിക്കാൻ മനസ്സിനെ മരവിപ്പിച്ചു നിർത്തുക എന്നത് നമ്മുടെ ഒരു പ്രതിരോധ തന്ത്രമാണ്. മദ്യപാനം, അമിതമായി ഭക്ഷണം കഴിക്കൽ, അമിതമായി ജോലി ചെയ്യൽ, ഫോണിലോ സോഷ്യൽ മീഡിയയിലോ മണിക്കൂറുകളോളം മുഴുകിയിരിക്കൽ, അല്ലെങ്കിൽ യാതൊരു വികാരവുമില്ലാത്ത ഒരു റോബോട്ടിനെ പോലെ ജീവിക്കുക, ഇവയെല്ലാം ഈ മരവിപ്പിക്കലിന്റെ വിവിധ രൂപങ്ങളാണ്. വേദനയെ തടയാൻ വേണ്ടി മനസ്സിനെ മരവിപ്പിക്കുമ്പോൾ നിർഭാഗ്യവശാൽ നാം സന്തോഷത്തെയും ആനന്ദത്തെയും സ്നേഹത്തെയും കൂടിയാണ് മരവിപ്പിക്കുന്നത്. വേദന അനുഭവിക്കാതിരിക്കാൻ പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആഴത്തിലുള്ള സന്തോഷവും അനുഭവിക്കാൻ കഴിയില്ല. ജീവിതം നിറങ്ങളില്ലാത്ത വെറും കറുപ്പും വെളുപ്പുമായി മാറുന്നു. ഇവിടെയാണ് ഏകാന്തത ആളിക്കത്തുന്നത്. ഇവിടെയാണ് പ്രതിരോധശേഷി അഥവാ റെസീലിയൻസ് ആവശ്യമായി വരുന്നത്. പ്രതിസന്ധികളെ തകർന്നു പോകാതെ നേരിടാനും വീണുകിട്ടിയതുകൊണ്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുമുള്ള മാനസിക ശക്തിയാണിത്. റെസീലിയൻസ് ഉള്ളവർ വേദനയിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നില്ല, മറിച്ച് ആ വേദനയെ പൂർണ്ണമായി ഉൾക്കൊണ്ട് അതിലൂടെ കടന്നു പോകാൻ അവർ തയ്യാറാകുന്നു. റെസീലിയൻസ് വളർത്തിയെടുക്കാനുള്ള വഴികൾ: സഹായം തേടാൻ മടിക്കാതിരിക്കുക. ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അത് ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കാൻ ശ്രമിക്കാതെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കളോടോ പ്രൊഫഷണലുകളോടോ തുറന്നു സംസാരിക്കുക. പ്രതീക്ഷ കൈവിടരുത്. ഇന്നത്തെ ഇരുണ്ട രാത്രിക്ക് ശേഷം നാളെയുടെ വെളിച്ചം വരും എന്ന ഉറച്ച വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുക. വികാരങ്ങളെ അടിച്ചമർത്താതിരിക്കുക. സങ്കടം വരുമ്പോൾ കരയാനും ദേഷ്യം വരുമ്പോൾ അത് ആരോഗ്യകരമായ രീതിയിൽ പ്രകടിപ്പിക്കാനും മടിക്കരുത്. വികാരങ്ങൾ പുറത്തേക്ക് ഒഴുകിപ്പോകാൻ അനുവദിക്കുക. ഗൈഡ് പോസ്റ്റ് 4. കൃതജ്ഞതയും സന്തോഷവും വളർത്തിയെടുക്കുക. ദാരിദ്ര്യബോധവും ഇരുണ്ട ദിവസങ്ങളെക്കുറിച്ചുള്ള ഭയവും ഒഴിവാക്കുക. ആധുനിക ഉപഭോഗ സംസ്കാരം നമ്മിൽ നിരന്തരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തോന്നലുണ്ട്: എല്ലാം എപ്പോഴും കുറവാണ്, എനിക്ക് ആവശ്യത്തിന് പണമില്ല, സൗന്ദര്യമില്ല, സ്നേഹമില്ല, സമയമില്ല എന്നൊക്കെ നിരന്തരമായ അരക്ഷിതാവസ്ഥ. ഈ ദാരിദ്ര്യബോധം നമ്മുടെ മനസ്സിനെ എപ്പോഴും ഭയത്തിന്റെ നിഴലിൽ നിർത്തുന്നു. വലിയൊരു വിജയം നേടിയാൽ പോലും ഇത് പെട്ടെന്ന് നഷ്ടമാകുമോ എന്ന ആകുലതയാണ് നമ്മെ ഭരിക്കുന്നത്.
ജീവിതത്തിൽ വലിയ സന്തോഷ നിമിഷങ്ങൾ കടന്നു വരുമ്പോൾ പോലും ആ സന്തോഷത്തെ പൂർണ്ണമായി അനുഭവിക്കാൻ നമ്മൾ ഭയപ്പെടുന്നു. വലിയൊരു സന്തോഷത്തിനു പിന്നിൽ വലിയൊരു ദുഃഖം ഒളിച്ചിരിപ്പുണ്ടാകും എന്ന ചിന്ത നമ്മെ മുൻകൂട്ടി തളർത്തുന്നു. ഇതിനെയാണ് ബെൻ ബ്രൗൺ ഭയത്തിന്റെ ഇരുണ്ട വശം, ഫിയർ ഓഫ് ദ ഡാർക്ക് എന്ന് വിളിക്കുന്നത്. ദുരന്തങ്ങളെ മുൻകൂട്ടി കണ്ട് സങ്കടപ്പെടുക വഴി ഭാവിയിലെ ആഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം എന്നാണ് നമ്മുടെ മനസ്സ് കരുതുന്നത്. എന്നാൽ ഇത് സന്തോഷത്തെ അനുഭവിച്ചറിയാനുള്ള നമ്മുടെ കഴിവിനെ കൊന്നുകളയുന്നു. ഈ ദാരിദ്ര്യബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം നേടാനുള്ള ഏക വഴിയാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞത എന്നത് നമുക്ക് ലഭിച്ച വലിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക മാത്രമല്ല, ദൈനംദിന ജീവിതത്തിലെ സാധാരണ നിമിഷങ്ങളെ വിലമതിക്കുക കൂടിയാണ്. നല്ല ഭക്ഷണം, ഒരു പിടി നല്ല സുഹൃത്തുക്കൾ, വെയിൽ ചാഞ്ഞു പോകുന്ന വൈകുന്നേരം, ഇതൊക്കെയും കൃതജ്ഞതയോടെ കാണാൻ കഴിയുമ്പോഴാണ് മനസ്സ് ശാന്തമാകുന്നത്. കൃതജ്ഞത പതിവായി പരിശീലിക്കുന്ന ആളുകളിൽ ഉത്കണ്ഠ കുറയുകയും സന്തോഷം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഉള്ളവയെ സ്നേഹിക്കാനും എന്റെ പക്കലുള്ളത് എനിക്ക് പര്യാപ്തമാണ് എന്ന് തിരിച്ചറിയാനും ഇത് സഹായിക്കുന്നു. സന്തോഷം എപ്പോഴും നീണ്ടു നിൽക്കുന്ന ഒരു അവസ്ഥയല്ല, അതൊരു ചെറിയ നിമിഷമാണ്. ആ നിമിഷങ്ങളെ ഭയമില്ലാതെ ആസ്വദിക്കാൻ ധൈര്യം വേണം. സന്തോഷം വരുമ്പോൾ അതിനെ സംശയത്തോടെ നോക്കാതെ നെഞ്ചോട് ചേർക്കാൻ പഠിക്കുക. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഏകാന്തതയിൽ നിന്ന് പുറത്തു കടക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളെ തിരിച്ചറിഞ്ഞു തുടങ്ങുക എന്നതാണ് ആദ്യപടി. ഗൈഡ് പോസ്റ്റ് 5. അന്തർജ്ഞാനവും വിശ്വാസവും വളർത്തിയെടുക്കുക. എല്ലാ കാര്യത്തിലും ഉറപ്പു വേണം എന്ന വാശി ഒഴിവാക്കുക. നാളെ എന്ത് സംഭവിക്കും, ഞാൻ എടുക്കുന്ന തീരുമാനം 100% വിജയമാകുമോ എന്നൊക്കെ മുൻകൂട്ടി അറിയാൻ മനുഷ്യൻ ആഗ്രഹിക്കുന്നു. എല്ലാ കാര്യത്തിലും ഒരു ഉറപ്പ്, സെർട്ടനിറ്റി വേണം എന്ന ഈ വാശി നമ്മുടെ ജീവിതത്തെ വലിയ രീതിയിൽ സങ്കീർണമാക്കുന്നു. എന്നാൽ ഈ ലോകത്ത് പ്രവചനാതീതമല്ലാത്ത ഒരേയൊരു കാര്യമേയുള്ളൂ, അത് മാറ്റങ്ങൾ മാത്രമാണ്. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരങ്ങൾ പുറത്തുനിന്ന് കിട്ടണം എന്ന് വാശി പിടിക്കുമ്പോൾ ഉത്തരങ്ങൾ കിട്ടാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ പരിഭ്രാന്തരാകുന്നു. ഈ ഉത്കണ്ഠ നമ്മെ നിശ്ചലമാക്കുന്നു. ചില സന്ദർഭങ്ങളിൽ യുക്തിക്ക് നിരക്കാത്തതോ എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ശക്തമായി വരുന്നതോ ആയ ചില തോന്നലുകൾ ഉണ്ടാകാറുണ്ട്. അതിനെയാണ് നാം അന്തർജ്ഞാനം എന്ന് വിളിക്കുന്നത്. എന്നാൽ നമ്മൾ സമൂഹത്തിന്റെ യുക്തിവാദങ്ങൾക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും മുൻഗണന നൽകി സ്വന്തം അന്തർജ്ഞാനത്തെ അവഗണിക്കാൻ പരിശീലിക്കുന്നു. തങ്ങളുടെ വികാരങ്ങളെയും ഉൾക്കാഴ്ചകളെയും പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തതാണ് ആളുകളിൽ ആത്മവിശ്വാസക്കുറവുണ്ടാക്കുന്നത്. സ്വന്തം അനുഭവങ്ങളിൽ നിന്നും തിരിച്ചറിവുകളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുന്നതാണ് വിശ്വാസം, ഫെയ്ത്ത്. ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങളെ ഭയപ്പെടുന്നത് അവസാനിപ്പിക്കുക. ഭാവി എന്തായാലും അതിനെ നേരിടാനുള്ള കരുത്ത് എനിക്കുണ്ട് എന്ന ഉറച്ച വിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുക. എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം എന്ന ചിന്ത ഉപേക്ഷിക്കുമ്പോൾ ജീവിതത്തിന്റെ ഭാരം കുറയുകയും മനസ്സിന് വലിയൊരു സ്വാതന്ത്ര്യം അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഗൈഡ് പോസ്റ്റ് 6. സർഗാത്മകത വളർത്തിയെടുക്കുക. മറ്റുള്ളവരുമായുള്ള താരതമ്യം ഒഴിവാക്കുക. ഇന്നത്തെ ഡിജിറ്റൽ ലോകം നമ്മെ നിരന്തരം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ വിജയങ്ങളും സന്തോഷങ്ങളും മാത്രം കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാധാരണ ദിവസങ്ങളെയും പരാജയങ്ങളെയും ഓർത്ത് നാം സ്വയം കുറ്റപ്പെടുത്തുന്നു. അവൻ എന്നേക്കാൾ മുന്നിലെത്തി, അവൾക്ക് എന്നേക്കാൾ ഭംഗിയോ കഴിവോ ഉണ്ട് എന്ന ചിന്ത നമ്മുടെ ആത്മാഭിമാനത്തെ പൂർണ്ണമായി തകർക്കുന്നു. താരതമ്യം 2 വഴികളിലേക്കാണ് നമ്മെ നയിക്കുന്നത്. ഒന്നുകിൽ നമ്മെ മറ്റുള്ളവരെക്കാൾ താഴ്ന്നവരായി കാണുക, അപകർഷത, അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ മികച്ചവരായി കണക്കാക്കുക, അഹങ്കാരം. രണ്ടും നമുക്ക് ഹാനികരമാണ്. പലരും കരുതുന്നത് സർഗാത്മകത, ക്രിയേറ്റിവിറ്റി വലിയ കലാകാരന്മാർക്കോ എഴുത്തുകാർക്കോ മാത്രം അവകാശപ്പെട്ടതാണ് എന്നാണ്. എന്നാൽ ഓരോ മനുഷ്യനും തൻ്റെതായ സർഗാത്മക കഴിവുകളോടെയാണ് ജനിക്കുന്നത്. അത് ഭക്ഷണം പാകം ചെയ്യുന്നതിലാകാം, വീട് ഒരുക്കുന്നതിലാകാം, ജോലിയിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുന്നതിലാകാം, അല്ലെങ്കിൽ സ്വന്തം വികാരങ്ങളെ എഴുത്തിലൂടെയോ സംസാരത്തിലൂടെയോ പ്രകടിപ്പിക്കുന്നതിലാകാം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയത്താൽ നമ്മൾ നമ്മുടെ സർഗാത്മകതയെ പുറത്തെടുക്കാൻ മടിക്കുന്നു. എന്റെ സൃഷ്ടി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന ചിന്ത നമ്മെ തടയുന്നു. താരതമ്യം അവസാനിപ്പിച്ച് സ്വന്തം വഴി കണ്ടെത്തുക. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല. നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും തികച്ചും വ്യത്യസ്തമാണ്.
മറ്റുള്ളവരുടെ വിജയകഥകൾ കാണുമ്പോൾ അസൂയപ്പെടുന്നതിന് പകരം അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം ട്രാക്കിൽ സഞ്ചരിക്കുക. ഫലം എന്താകുമെന്നോ ലോകം എന്ത് വിധിക്കുമെന്നോ ഭയക്കാതെ നിങ്ങളുടെ സർഗാത്മകതയെ പുറത്തെടുക്കുക. സ്വന്തം ശൈലിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ജീവിതം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ മനോഹരമായി മാറുന്നത്. ഗൈഡ് പോസ്റ്റ് 7. വിശ്രമവും വിനോദവും വളർത്തിയെടുക്കുക. ശ്വാസം മുട്ടിക്കുന്ന ജോലിയും ക്ഷീണവും ഒരു പദവിയായി കാണുന്ന ശീലം ഒഴിവാക്കുക. ആധുനിക സമൂഹത്തിൽ ഒരാളോട് സുഖമാണോ എന്ന് ചോദിച്ചാൽ മിക്കവരുടെയും മറുപടി ഞാൻ വല്ലാത്ത തിരക്കിലാണ്, വലിയ ക്ഷീണത്തിലാണ് എന്നായിരിക്കും. നിരന്തരം ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നത് സമൂഹത്തിൽ ഒരു വലിയ സ്റ്റാറ്റസ് സിംബലായി മാറിയിരിക്കുന്നു. എത്രയധികം ജോലി ചെയ്യുന്നുവോ അത്രയധികം വിലമതിപ്പുള്ളവനാണ് താൻ എന്ന മിഥ്യാധാരണ നമ്മിൽ പലർക്കുമുണ്ട്. നമ്മുടെ ഉൽപാദനക്ഷമതയെയാണ്, പ്രൊഡക്ടിവിറ്റിയെ, നമ്മുടെ ആത്മാഭിമാനവുമായി, സെൽഫ് വർത്തുമായി നാം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ജോലി ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മിൽ കുറ്റബോധം ജനിക്കുന്നു. ഞാൻ സമയം പാഴാക്കുകയാണോ എന്ന ചിന്ത നമ്മെ എപ്പോഴും അസ്വസ്ഥമാക്കുന്നു. ഈ മാനസികാവസ്ഥ നമ്മെ കടുത്ത ശാരീരികവും മാനസികവുമായ തളർച്ചയിലേക്ക് നയിക്കുന്നു. വിശ്രമം എന്നാൽ വെറുതെ കിടന്നുറങ്ങുക മാത്രമല്ല, മനസ്സിന് സന്തോഷവും ഉന്മേഷവും നൽകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നതുകൂടിയാണ്. കുട്ടികളെ നോക്കൂ, അവർ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഫലം എന്താകുമെന്ന് ചിന്തിക്കാതെ കളിക്കുന്നു. ആ കളികളിൽ അവർ പൂർണ്ണമായും സംതൃപ്തരാണ്. എന്നാൽ മുതിർന്ന നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിലൊരു ഫലം പ്രതീക്ഷിക്കുന്നു. വിനോദവും വിശ്രമവും ആഡംബരമല്ല, മറിച്ച് നമ്മുടെ മാനസിക ആരോഗ്യത്തിന് അത് അത്യാവശ്യമാണ്. മനസ്സിന് വിശ്രമം ലഭിക്കുമ്പോൾ മാത്രമാണ് പുതിയ ആശയങ്ങളും സർഗാത്മകതയും ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജോലിയെയും നിങ്ങളുടെ വ്യക്തി ജീവിതത്തെയും വേർതിരിച്ചു കാണാൻ പഠിക്കുക. ജോലി എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, അല്ലാതെ നിങ്ങളുടെ മുഴുവൻ ജീവിതവുമല്ല. വെറുതെ ഇരിക്കാനും പ്രകൃതി ആസ്വദിക്കാനും യാതൊരുവിധ ലക്ഷ്യങ്ങളുമില്ലാതെ സന്തോഷത്തോടെ സമയം ചെലവഴിക്കാനും മടിക്കാതിരിക്കുക. ഗൈഡ് പോസ്റ്റ് 8. മാനസിക ശാന്തിയും ഏകാഗ്രതയും വളർത്തിയെടുക്കുക. ഉത്കണ്ഠ നിറഞ്ഞ ജീവിതശൈലി ഒഴിവാക്കുക. മിക്ക ആളുകളുടെയും ജീവിതം ഇന്ന് നിരന്തരമായ ഉത്കണ്ഠകളാൽ നിറഞ്ഞതാണ്. എപ്പോഴും അടുത്തതായി എന്തു ചെയ്യണം, എവിടെ എത്തണം എന്ന ചിന്ത നമ്മെ ഓടിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സൊരിക്കലും ശാന്തമാകുന്നില്ല. ഒരു ടെൻഷൻ തീരുമ്പോൾ അടുത്തത് വരുന്നു. ഉത്കണ്ഠ നിറഞ്ഞ ആ അവസ്ഥയെ നമ്മൾ ക്രമേണ നമ്മുടെ ജീവിതശൈലിയായി അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. മനസ്സ് എപ്പോഴും അസ്വസ്ഥമായിരിക്കുമ്പോൾ കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്യാനോ മറ്റുള്ളവരുമായി അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാനോ നമുക്ക് സാധിക്കാറില്ല. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന തോന്നൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് ഈ മാനസിക അന്തരീക്ഷത്തിലാണ്. കാരണം നമ്മുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളം പോലെ അശാന്തമാണ്. ശാന്തിയും നിശ്ചലതയും, കാം ആൻഡ് സ്റ്റിൽനെസ്. ശാന്തി എന്നത് കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിൽ വരുമ്പോഴല്ല ഉണ്ടാകുന്നത്, മറിച്ച് ചുറ്റും എന്തുതന്നെയായാലും ഉള്ളിൽ ഒരു ശാന്തത സൂക്ഷിക്കാൻ കഴിയുമ്പോഴാണ്. കാംനെസ് അഥവാ ശാന്തി നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും പെട്ടെന്ന് പ്രകോപിതരാകാതിരിക്കാനുമുള്ള കഴിവ്. സ്റ്റിൽനെസ് നിശ്ചലത, ബാഹ്യലോകത്തെ ബഹളങ്ങളിൽ നിന്നും മാറി നമ്മുടെ ഉള്ളിലേക്ക് നോക്കാനും ആത്മപരിശോധന നടത്താനുമുള്ള സമയം. മനസ്സിന് ശാന്തി നൽകാൻ ദിവസവും കുറച്ചു സമയം ഫോണും ഇന്റർനെറ്റും മാറ്റിവെച്ച് വെറുതെ ഇരിക്കാൻ ശീലിക്കുക. ഡിജിറ്റൽ ഡിറ്റോക്സ്. ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയോ ധ്യാനം പരിശീലിക്കുകയോ ചെയ്യുക. എല്ലാ കാര്യങ്ങളിലും തിടുക്കം കൂട്ടുന്നതൊഴിവാക്കി ഓരോ നിമിഷത്തെയും പൂർണ്ണമായി അനുഭവിക്കാൻ പഠിക്കുക. ഗൈഡ് പോസ്റ്റ് 9. അർത്ഥവത്തായ ജോലികളിൽ ഏർപ്പെടുക. ആത്മസംശയവും ഞാൻ ഇങ്ങനെയായിരിക്കണം എന്ന ചിന്തയും ഉപേക്ഷിക്കുക. നമ്മിൽ പലരും ജോലി ചെയ്യുന്നത് സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് മാതാപിതാക്കളുടെ ആഗ്രഹപ്രകാരമോ സമൂഹം അംഗീകരിക്കുന്ന ഒരു പദവി ലഭിക്കാൻ വേണ്ടിയോ ആണ്. ഞാൻ ഇന്ന ജോലിയാണ് ചെയ്യേണ്ടത്, സമൂഹത്തിൽ എനിക്കൊരു വലിയ നില ഉണ്ടാകണം എന്നൊക്കെയുള്ള സപ്പോസ്ഡ് ടു, ഞാൻ ഇങ്ങനെയായിരിക്കണം എന്ന ചിന്ത നമ്മെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യത്തിൽ വർഷങ്ങളോളം മുഴുകുമ്പോൾ ഉള്ളിൽ കടുത്ത ആത്മസംശയവും സെൽഫ് ഡൗട്ടും നിരാശയും ഉടലെടുക്കുന്നു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന ചോദ്യം നമ്മെ വേട്ടയാടുന്നു. അർത്ഥവത്തായ ജോലി, മീനിങ് ഫുൾ വർക്ക്.
യഥാർത്ഥ ജോലി കേവലം പണം സമ്പാദിക്കാനുള്ള മാർഗം മാത്രമല്ല, അത് നമ്മുടെ ഉള്ളിലെ കഴിവുകളെയും അഭിനിവേശങ്ങളെയും ലോകത്തിന് ഉപകാരപ്രദമായ രീതിയിൽ പുറത്തെടുക്കാനുള്ള ഒരു പ്രക്രിയ കൂടിയാണ്. നമ്മുടെ മൂല്യങ്ങളുമായി യോജിച്ചു പോകുന്ന ജോലികളിൽ ഏർപ്പെടുമ്പോൾ അവിടെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നു. അർത്ഥവത്തായ ജോലി കണ്ടെത്താൻ ആദ്യം വേണ്ടത് സ്വന്തം കഴിവുകളിലുള്ള ആത്മസംശയം ഒഴിവാക്കുക എന്നതാണ്. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് എന്ത് വിചാരിക്കാൻ കഴിയും എന്നതിനേക്കാൾ നമുക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്ന് തിരിച്ചറിയുക. സ്വന്തം വഴി തെരഞ്ഞെടുക്കുക. സമൂഹത്തിന്റെ കൽപ്പിത മാതൃകകൾക്ക് പിറകെ പായുന്നതിന് പകരം നിങ്ങളുടെ ഹൃദയം പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുക. നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുക. അപ്പോൾ ജോലി എന്നത് ഒരു ഭാരമല്ല, മറിച്ച് വലിയൊരു സന്തോഷമായി മാറും. ഗൈഡ് പോസ്റ്റ് 10. ചിരിയും സംഗീതവും നൃത്തവും വളർത്തിയെടുക്കുക. എപ്പോഴും എല്ലാം നിയന്ത്രണത്തിൽ നിർത്തണം എന്ന ചിന്ത ഒഴിവാക്കുക. മുതിർന്നവരായ നമ്മിൽ പലരും എപ്പോഴും ഒരു സീരിയസ് മുഖംമൂടി അണിഞ്ഞ് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ മണ്ടനായി മാറുമോ എന്നോ പരിഹാസ്യനാകുമോ എന്നോ ഉള്ള ഭയത്താൽ നാം നമ്മുടെ വികാരങ്ങളെയും സന്തോഷങ്ങളെയും ഉള്ളിലൊതുക്കുന്നു. എപ്പോഴും എല്ലാ കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം, ഓൾവേസ് ഇൻ കൺട്രോൾ എന്നൊരു കടുംപിടുത്തം നമ്മെ വലിയൊരു സമ്മർദ്ദത്തിലാക്കുന്നു. പൊട്ടിച്ചിരിക്കാനോ പാട്ടുപാടാനോ ആടിപ്പാടാനോ ഉള്ള സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുന്നു. നമ്മൾ സീരിയസ് ആണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മുടെ ജീവസാണ് ഇല്ലാതാക്കുന്നത്. ചിരിയും സംഗീതവും നൃത്തവും നൽകുന്ന സ്വാതന്ത്ര്യം. ജീവിതത്തിലെ ഏറ്റവും വലിയ ഔഷധങ്ങളാണ് ചിരിയും സംഗീതവും നൃത്തവും. യാതൊരുവിധ മുൻവിധികളുമില്ലാതെ പൊട്ടിച്ചിരിക്കാനും മനസ്സ് തുറന്ന് പാടാനും താളം പിടിക്കാനും കഴിയുമ്പോഴാണ് നമ്മിലെ കുട്ടിത്തം തിരികെ ലഭിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെയും ഭാരങ്ങളെയും നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കുന്നു. കടുംപിടുത്തങ്ങൾ ഉപേക്ഷിച്ച് ജീവിക്കുക. എപ്പോഴും മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ച് മുഖം മൂടി ധരിക്കുന്നത് അവസാനിപ്പിക്കുക. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുക, മനസ്സ് തുറന്ന് ചിരിക്കുക, ജീവിതത്തെ ആഘോഷിക്കുക. ബെൻ ബ്രൗണിന്റെ ദ ഗിഫ്റ്റ്സ് ഓഫ് ഇംപെർഫെക്ഷൻ എന്ന പുസ്തകത്തിലൂടെയുള്ള ഈ യാത്ര നമ്മെ കൊണ്ടെത്തിക്കുന്നത് വളരെ ലളിതവും എന്നാൽ ശക്തവുമായ ഒരു സത്യത്തിലാണ്. നമ്മൾ ആരും പരിപൂർണരല്ല, എന്നാൽ നാം ഓരോരുത്തരും അതിശയിപ്പിക്കുന്ന വിധത്തിൽ സ്നേഹത്തിന് അർഹരാണ്. ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന ഏകാന്തതയുടെയും തെറ്റിദ്ധാരണയുടെയും ലോകത്തു നിന്ന് പുറത്തു കടക്കാനുള്ള താക്കോൽ നമ്മുടെ കൈകളിൽ തന്നെയാണുള്ളത്. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾക്കായി ജീവിക്കുന്നത് നിർത്തി സ്വന്തം ആധികാരികത കണ്ടെത്തുക. പെർഫെക്ഷനിസത്തിന്റെ അസാധ്യമായ ചട്ടക്കൂടുകൾ ഉപേക്ഷിച്ച് സ്വന്തം കുറവുകളോടെ സ്വയം സ്നേഹിക്കാൻ പഠിക്കുക. ജീവിതത്തിലെ പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ പ്രതിരോധശേഷി വളർത്തിയെടുക്കുക. ദാരിദ്ര്യബോധം മാറ്റി കൃതജ്ഞതയോടെ ചെറിയ സന്തോഷങ്ങളെ ആസ്വദിക്കുക. അനിശ്ചിതത്വങ്ങളെ ഭയപ്പെടാതെ ഉള്ളിലെ അന്തർജ്ഞാനത്തെ വിശ്വസിക്കുക. താരതമ്യങ്ങൾ ഒഴിവാക്കി നമ്മിലെ സർഗാത്മകതയെ പുറത്തെടുക്കുക. ക്ഷീണത്തെ ഒരു സ്റ്റാറ്റസ് ആയി കാണാതെ വിശ്രമത്തിനും വിനോദത്തിനും സമയം കണ്ടെത്തുക. ഉത്കണ്ഠ നിറഞ്ഞ ജീവിതം മാറ്റി മനസ്സിന് ശാന്തിയും നിശ്ചലതയും നൽകുക. ആത്മസംശയങ്ങൾ വെടിഞ്ഞ് അർത്ഥവത്തായ ജോലികളിൽ ഏർപ്പെടുക. എപ്പോഴും സീരിയസ് ആയിരിക്കണം എന്ന വാശി ഉപേക്ഷിച്ച് ചിരിയും സംഗീതവും നൃത്തവും ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ 10 ഗൈഡ് പോസ്റ്റുകളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ പുറം ലോകത്തിന്റെ അംഗീകാരങ്ങൾക്കായി കാത്തു നിൽക്കാതെ സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാൻ നമുക്ക് സാധിക്കുന്നു. അപൂർണതകളാണ് നമ്മെ ഒറിജിനലാക്കുന്നത്. ആ അപൂർണതകളെ നെഞ്ചോട് ചേർക്കുമ്പോൾ ജീവിതം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ മനോഹരവും അർത്ഥവത്തുമായി മാറുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.